അൽഫോൻസ ഷ്രൈനിന്റെ വലിയ ബഹുമാനപ്പെട്ട റക്ടർ ചന്ദ്രൻകുന്നേൽ മുത്തായച്ച, ഭരണജ്ഞാനം കൊറോനായുടെ വലിയ ബഹുമാനപ്പെട്ട വികാരി കൊഴുപ്പംകുട്ടിയിൽ അഗസ്തീനോസറ്റ, വാത്സല്യമുള്ള മറ്റു വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ ദിനത്തില് നാം എല്ലാവരും ഇവിടെ ഭരണജ്ഞാനത്ത് ഒന്നിച്ച് ചേർന്നിരിക്കുകയാണല്ലോ. ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആത്മീയ പുഴയോരത്താണ് നമ്മൾ പാനം ചെയ്യുവാനായിട്ട് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. ഇന്ന് ജൂലൈ 28 അമ്മയുടെ ഖബറിടത്തിന് ചുറ്റും, ഈ പരിശുദ്ധ റാസ കുർബാനയ്ക്ക് ചുറ്റും ആയിരക്കണക്കിന് അൽഫോൻസ ഭക്തര് സമ്മേളിച്ചിരിക്കുകയാണ്. ഭരണജ്ഞാനം, പാല, FCC, കുടമാളൂര്, മുട്ടത്തുപാടത്ത് കുടുംബം, മുരിക്കൻ കുടുംബം എന്നീ യാഥാർത്ഥ്യങ്ങളെല്ലാം പൊതു ലോകത്തിന് തുറന്നു കൊടുക്കുന്ന ഊർജ ഭവനമായിട്ട് അൽഫോൻസാമ്മയുടെ പുണ്യ കുടീരം മാറിക്കഴിഞ്ഞു. ക്രിസ്തീയതയുടെയും സമർപ്പിത ജീവിതത്തിന്റെയും നൂതനമായ ഒരു മാനവികതയുടെയും വേരുകളിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു ഹൈവേയിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടികളാണ് ആദ്യം അൽഫോൻസാമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് മുൻപോട്ട് വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ വിശുദ്ധി ലോകത്തിന് നൽകുന്ന കുട്ടികൾ തന്നെയാണ് അൽഫോൻസാമ്മയുടെ വിശുദ്ധി ലോകമെങ്ങും എത്തിക്കാൻ കാരണമായത്. 2008 അമ്മ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ കുട്ടികള് പരത്തിയ ആ ആത്മീയ വിശുദ്ധിക്ക് സഭ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാര മുദ്ര നൽകുകയായിരുന്നല്ലോ. ആ അംഗീകാരത്തിന്റെ ഏറ്റവും പ്രൗഢമായ ഒരു സംഭവമായിരുന്നു 2014 ഭാരതത്തിലെ 200 മെത്രാന്മാര് ഈ പുണ്യ കുടീരത്തിന് ചുറ്റും നിന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്ന കാര്യം. എത്രയോ വലിയ ഒരു ചരിത്ര സംഭവമായിരുന്നു അത്. പത്രോസിന്റെ പുണ്യകുടീരത്തിന് ചുറ്റും മാത്രമേ ഇത്രമാത്രം മേലധ്യക്ഷന്മാര് ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള ഭാഗ്യം ഇന്ന് ലോകത്തിലുള്ളൂ എന്ന് നമുക്ക് അറിയാം. പത്രോസിന്റെ പുണ്യകുടീരം കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ വിശ്വാസികള്, ഭക്തര് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഇടമായിട്ടും നമ്മളുടെ അമ്മയുടെ ഖബറ് മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിന്റെയും ആധ്യാത്മിക ഉണർവിന്റെയും ഒരു അവസരം കൂടി ആണല്ലോ. ഇന്ന് നമ്മളുടെ രാജ്യത്ത്, നമ്മളുടെ സ്ഥലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അധാർമികമായ പ്രവർത്തനങ്ങൾക്കും, കുട്ടികളുടെ നേർക്ക് നമ്മൾ കാണിക്കുന്ന മോശമായ പെരുമാറ്റ ശൈലികൾക്കും, സ്ത്രീകളോട് കാണിക്കുന്ന അവഗണനകൾക്കും, സമർപ്പിതരോട് കാണിക്കുന്ന ആദരക്കുറവിനും എല്ലാം ഒരു പരിഹാരം അമ്മയുടെ ഈ ഖബറാണ്, പരിശുദ്ധമായ ഈ പുണ്യ കുടീരമാണ്. അവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ ടൂമ്പിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ
നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്നുണ്ട് എന്ന് നമുക്കറിയാം. സഭ ഏറ്റവും വിലപ്പെട്ട കാര്യമായിട്ട് വിലയിട്ട് തീരുമാനിക്കുന്ന ഒന്നാണ് ഒരു വ്യക്തിയുടെ വിശുദ്ധ പദവി. കത്തോലിക്ക സഭ അൽഫോൻസാമ്മയ്ക്കിട്ട വിലയാണ് അമ്മ വിശുദ്ധയാണ് എന്നുള്ളത്, അമ്മ സ്വർഗത്തിലിരിക്കേണ്ട വ്യക്തിയാണ് എന്നുള്ളത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ, സഭയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോഴൊക്കെ നാം തിരിച്ചറിയുന്ന ഒരു കാര്യം, പ്രവാചകന്മാർക്കും മിസ്റ്റിക്കുകൾക്കും അതേ നിലവാരമുള്ള മക്കള് താരതമ്യേന കുറവാണ്. മോശ വലിയ പ്രവാചകനായിരുന്നു. മോശയുടെ മക്കൾ വന്നപ്പോൾ അതിനടുത്ത് നിൽക്കാൻ പോലും പറ്റിയില്ല. സഭയിൽ ഒരുപാട് മിസ്റ്റിക്കുകള്, ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന ആധ്യാത്മിക ഉണർവുള്ള വ്യക്തികളുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും കുടുംബത്തിൽ പിറന്നവര് മക്കള് ആ നിലയിൽ വരണമെന്നില്ല. എന്നാൽ സഭ മുമ്പോട്ട് വെക്കുന്ന ഒരു വലിയ കാര്യം, ഇവർക്കൊക്കെ ഡിസൈപ്പിൾസ് ഉണ്ടാകാം. മക്കള് ഇല്ലെങ്കിലും, സ്റ്റുഡൻസ് കുറവാണെങ്കിലും ഡിസൈപ്പിൾസിനെ സൃഷ്ടിക്കുന്നവരാണ് പ്രവാചകന്മാരും മിസ്റ്റിക്കുകളും വിശുദ്ധരും എല്ലാം. അൽഫോൻസാമ്മയുടെ ഡിസൈപ്പിൾസ് ആയിട്ടാണ്, അമ്മയെക്കുറിച്ച് പറയാൻ താല്പര്യമുള്ളവരായിട്ടാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. ഈ നാളുകളിലൊക്കെ കേരളത്തിലെ 3 കത്തോലിക്കാ സഭയിലെ മേലധ്യക്ഷന്മാർ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചു. മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് വന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് കാനഡയിൽ ഔദ്യോഗിക സന്ദർശനത്തിന് പോയിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും ഈ പുണ്യകുടീരത്തിൽ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു. ഈ സ്ഥലം ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയതയുടെ വേരുകളിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുന്ന ഒരു വലിയ എക്ലേസിയൽ ഇവന്റാണ്. നമ്മളിപ്പോൾ അർപ്പിക്കുന്ന പരിശുദ്ധ റാസ തന്നെ അതിന് ഉദാഹരണമാണ്. നമ്മുടെ സഭയ്ക്ക് മാത്രമുള്ളതും അതിപുരാതനമായ ഒരു പൈതൃകത്തിന്റെ ഖജനാവായിട്ട് നിലനിൽക്കുന്നതുമായ കാര്യമാണ് നമ്മളുടെ റാസ. അതിലെ മനോഹരമായ കീർത്തനങ്ങള് നമ്മളുടെ എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ജീവിത വിശുദ്ധിയുടെ ലാളിത്യത്തിന്റെ ഉറവിടങ്ങളിലേക്ക് നമ്മെ എത്തിക്കേണ്ടതാണ്. ഈ കബറിടം വിശുദ്ധ കുർബാനയ്ക്കും വചനപ്രഘോഷണത്തിനും നൊവേനയ്ക്കും യാമപ്രാർത്ഥനയ്ക്കും കൊന്ത നമസ്കാരത്തിനും മെഴുകുതിരി പ്രദക്ഷിണത്തിനും പരിശുദ്ധ കുമ്പസാരത്തിനും കൗൺസിലിങ്ങിനുമുള്ള വലിയൊരു കേന്ദ്രമാണ്. ഇവിടെ വരുന്നവരെല്ലാം ഈ വേരുകളിലേക്കാണ് മടങ്ങി പോകുന്നത്. ഈ പ്രദേശത്ത് വരുന്നവർക്കെല്ലാം ഇവിടുത്തെ ഒരു കുർബാന കാണണം, ഇവിടുത്തെ അച്ഛനോടൊന്ന് കുമ്പസാരിക്കണം, ഇവിടുത്തെ വചനപ്രഘോഷണം കേൾക്കണം, മെഴുകുതിരി പ്രദർശനത്തിൽ പങ്കെടുക്കണം തുടങ്ങിയ വലിയ വൈകാരികമായ ഒരു മുഖം കൂടെ ഇവിടുത്തെ ഭക്തിയോട് ചേർന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ പ്രദേശത്തുകാർ തന്നെ അൽഫോൻസാമ്മയെ കുറിച്ച് അൽമായക്കാര് കൂടുതലായിട്ട് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ചാക്കോസി പൊരിയത്ത് സാറ്, തോമസ് മാത്യു കൊട്ടാരത്തും കുഴി തുടങ്ങിയ അൽമായക്കാര് അൽഫോൻസാമ്മയെ കുറിച്ച് ധാരാളം എഴുതിയിട്ടുള്ളവരാണ്. FCC സമർപ്പിതരും വൈദികരും മറ്റ് ശമാശന്മാരും ഒക്കെ ഈ മേഖലയിൽ ധാരാളം ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇവിടുത്തെ കുട്ടികളും ഇവിടുത്തെ അൽമായക്കാരും പ്രാർത്ഥിച്ച് എഴുതി അവരുടെ ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്ന വലിയൊരു കാര്യമാണ് അൽഫോൻസാമ്മ എന്നുള്ളത് നമ്മൾ ഇനിയും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്.
അമ്മയുടെ ജീവിതത്തെ ഒറ്റവാക്കിൽ സംഗ്രഹിച്ചാൽ കുരിശുകളെ ക്രൂശിത രൂപമാക്കി മാറ്റിയ വ്യക്തിയാണ് അമ്മ. She converted the crosses into the crucifix. എല്ലാ സഹനങ്ങളെയും പ്രയാസങ്ങളെയും ക്രൂശിത രൂപമായിട്ട് മാറ്റുവാനായിട്ട് അമ്മയ്ക്ക് കഴിഞ്ഞു എന്നതാണ് അടിസ്ഥാനപരമായ ആത്മീയത. അമ്മ ഏറ്റവും നല്ല വളമായിട്ട് ആധ്യാത്മിക ജീവിതത്തിൽ വളരാൻ തിരഞ്ഞെടുത്തത് സഹനമാണ്. സഹനം ഓർഗാനിക് ആയിട്ടുള്ള വളമാണ്, ജൈവ വളമാണ്. എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യമാണ്. രാസവളത്തിന്റെ കെടുതികളൊന്നും അതിനില്ല. ഈ ജൈവവളം അമ്മ വേണ്ടുവോളം സ്വീകരിച്ചതുകൊണ്ടാണ് പുണ്യവതിയുടെ ആ മേഖലയിലേക്ക് അമ്മയ്ക്ക് വേഗം പ്രവേശിക്കുവാനായിട്ട് സാധിച്ചത് എന്നും നമുക്കറിയാം. ഒരിക്കലും ഇസ്രായേലില് ക്രൂരനായ ഒരു ഭരണാധികാരി നിലവിൽ വന്നു. ഇസ്രായേലില് എന്നുമുള്ള ഒരു പാരമ്പര്യം സന്ധ്യാസമയത്ത് വീടുകളില് സിനഗോഗുകളില് വിളക്കുകൾ തെളിച്ച് ദൈവവചനം, തോറ, പഴയ നിയമം, പഞ്ചഗ്രന്ഥങ്ങള് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. യഹൂദ കുട്ടികൾക്കെല്ലാം തന്നെ മോശയുടെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ കാണാതെ അറിയാവുന്നവരാണ്. അവരുടെ മാതാപിതാക്കള് സന്ധ്യകളിൽ അത് വായിച്ച് കേൾപ്പിച്ച് കുട്ടികള് ഈ പഞ്ചഗ്രന്ഥിയിലെ കാര്യങ്ങളും സങ്കീർത്തനങ്ങളും എല്ലാം കാണാതെ പഠിക്കുന്ന ഒരു കീഴ്വഴക്കം ഇന്നത്തെയും തലമുറ അത് തരക്കേടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള അവസരത്തില് ഈ രാജാവ് പറഞ്ഞു, സന്ധികളില് വിളക്ക് തെളിക്കാൻ പാടില്ല. യഹൂദ വിരോധിയായ ഒരു രാജാവായിരുന്നു. സിനഗോഗിലും വീട്ടിലും വിളക്ക് തെളിക്കാൻ പാടില്ല, ദൈവവചനം പഠിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ അൽഫോൻസാമയുടെ കാര്യത്തിൽ നടന്നതുപോലെ തന്നെ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു, നമുക്ക് ഗ്രാമങ്ങളിൽ പോയി, നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഫയർ ഫ്ലൈസ് എന്ന് പറയുന്ന പ്രകാശമുള്ള ചെറിയ ഈച്ചകള്, അവര് പറഞ്ഞു നമുക്ക് പോയി ഈ ഫയർ ഫ്ലൈസിനെ തീപ്പെട്ടി പോലെയുള്ള ചെറിയ പെട്ടികളിൽ നമുക്ക് ശേഖരിക്കാം, അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് കുറെയെങ്കിലും ഈ ദൈവവചനം തോറ വായിച്ച് പഠിക്കാനായിട്ട് സാധിക്കുമെന്ന്. അങ്ങനെ കുറെ കുട്ടികള് ഗ്രാമങ്ങളിൽ പോയി ചെറിയ പെട്ടികളില് ഈ ഫയർ ഫ്ലൈസിനെ പിടിച്ചെടുത്ത് അടുത്തുള്ള സിനഗോഗിൽ കൊണ്ടുപോയി എല്ലാം തുറന്നു വിട്ടപ്പോൾ കുട്ടികളും വിചാരിച്ചു അതെല്ലാം പെട്ടെന്ന് പറന്നു പോകും. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ ആ പ്രകാശം പരത്തുന്ന ഈച്ചകളെല്ലാം കൂടെ ചേർന്ന് നിന്ന് വലിയ ഒരു ട്യൂബ് ലൈറ്റ് നമ്മൾ തെളിച്ചതുപോലെ ആ സിനഗോഗില് നല്ല പ്രകാശമുണ്ടായി. പോലീസുകാരത് ശ്രദ്ധിച്ചു. അവർ രാജാവിനോട് പറഞ്ഞു. രാജാവ് അന്വേഷണം നടത്തി. പോലീസുകാർ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അത്ഭുതകരമായ ഈ കാര്യം മനസ്സിലായത്. അവര് വിളക്ക് തെളിച്ചതല്ല, ഈ പ്രകൃതി നൽകിയ ഈ പ്രാണികള് വെളിച്ചമായിട്ട്, ദൈവവചനം പഠിക്കാനുള്ള വെളിച്ചമായിട്ട് മാറിയതാണ് എന്ന്. രാജാവ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഈ രാജ്യത്തുള്ള എല്ലാ യഹൂദ ഭവനങ്ങളിലും സ്കൂളുകളിലും സിനഗോഗുകളിലും രാത്രിയില് വിളക്കുകൾ തെളിക്കാനുള്ള അനുവാദം കൊടുക്കുക. എനിക്ക് യഹൂദന്മാരെ തടയാനായിട്ട് സാധിക്കും, പക്ഷേ ദൈവം ഒരുക്കുന്ന പ്രകൃതിയെ തടയാനായിട്ട് എനിക്ക് പറ്റുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തോറ തന്നെയാണ്, ദൈവവചനം തന്നെയാണ് ഏറ്റവും നല്ല വെളിച്ചം. ആ വെളിച്ചമാണ് അത്ഭുതകരമായി അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ നമുക്കും ഭരണജ്ഞാനത്ത് അൽഫോൻസാമയുടെ പുണ്യകുടീരം വലിയ ഒരു തീക്കട്ടയാണ്, വലിയ ഒരു വെളിച്ചമാണ്. അന്ധകാരം നിറഞ്ഞ ലോകത്തിന് ദൈവവചനത്തിന്റെ വെളിച്ചം പകരുന്ന, ദൈവവചനം എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നത് എന്ന് നിരന്തരമായിട്ട് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
വെളിച്ചമാണ് അൽഫോൻസാമ്മയുടെ പുണ്യകുടീരം. താനാകുന്ന കൽഭരണി വരണ്ട് ഉണങ്ങിപ്പോകാതെ അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. താനാകുന്ന അത്തിമരം ഫലം നൽകാത്ത ശാപമേൽക്കുന്ന ഒരു വൃക്ഷമായിട്ട് വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട് മാറരുത് എന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അമ്മയുടെ ഈ ആത്മീയത സ്വന്തമാക്കാനാണ് നമ്മളും ഇറ്റുനോവ് അനുഭവിക്കുന്നത്. ഇറ്റുനോവ് അനുഭവിക്കുന്ന അമ്മ, ഏതൊരമ്മയും വലിയ പ്രത്യാശയാണ് ലോകത്തിലേക്ക് നൽകുന്നത്. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ. പൗലോസ് വചനം പ്രസംഗിച്ചപ്പോഴും അനുഭവിച്ചത് ഈ ഇറ്റുനോവായിരുന്നു. എന്റെ വചനം കേട്ട് ജനങ്ങളുടെ ഹൃദയത്തില് മാറ്റങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് പൗലോസ് ഇറ്റുനോവ് അനുഭവിച്ചത്. ഈ മീനച്ചിൽ താലൂക്കില് പ്രത്യേകിച്ച് മാതാപിതാക്കള് അൽഫോൻസാമ്മയുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ജൂലൈ മാസത്തിന്റെ ആരംഭം മുതൽ വീട്ടിലുള്ള വലിയ മാതാപിതാക്കള് ഭരണജ്ഞാനത്ത് പോയി അൽഫോൻസാമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടതിന്റെ, ഇവിടെ നേർച്ചകൾ കൊടുക്കേണ്ടതിന്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചു തുടങ്ങും. 2-3 ആഴ്ചകള് വീട്ടിലിരുന്ന് എല്ലാവരോടും ഇതേക്കുറിച്ച് പറഞ്ഞ് എല്ലാവരെയും പഠിപ്പിച്ച് ഒരുക്കിയാണ് അൽഫോൻസാമ്മയുടെ ശ്രാദ്ധം കൂടാൻ വേണ്ടി കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കള് ഇവിടേക്ക് വന്നു തുടങ്ങിയത്. മീനച്ചിൽ താലൂക്കിന് വലിയ ഒരു അഭിമാനബോധം അമ്മയെക്കുറിച്ച് ഉണ്ടായിരുന്നു. എല്ലാ മാതാപിതാക്കളും, കൂടുതലായിട്ട് വീട്ടിലെ കാരണവന്മാര്, അപ്പച്ചന്മാര് അമ്മയുടെ കാര്യത്തില് ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവവും. അവർക്കെല്ലാം ഇവിടെ വന്ന് ഈ വിശുദ്ധിയുള്ള അമ്മയെ കാണുന്നതിനും അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും എല്ലാം ഉള്ള ആ ഒരു വലിയ സ്വാഭാവിക താല്പര്യത്തിന്റെ പേരിൽ കൂടെ വളർന്ന് വന്ന ഒരു വലിയ അഗ്നിജ്വാലയാണ്, ഒരു കെടാവിളക്കാണ് അമ്മയെന്ന് നാം തിരിച്ചറിയണം. അമ്മയുടെ സഹന സ്നേഹത്തിന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കരങ്ങളുണ്ട്. ദരിദ്രരെയും ആവശ്യക്കാരെയും അടുത്ത് ഇരുത്തി അവരെ കേൾക്കുന്നതിനുള്ള കാതുകളുണ്ട്. അവരുടെ അടുത്തേക്ക് നടന്നു പോകാനുള്ള പാദങ്ങളുണ്ട്. അമ്മ എല്ലാവരുടെയും നെടുവീർപ്പുകള് ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. ഇന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹം അമ്മയിലൂടെ ലഭിക്കുന്നുണ്ട്. എത്രയോ കാര്യങ്ങളാണ് ദൈവം അമ്മയിലൂടെ നൽകുന്നത്. സ്വർഗത്തിലിരിക്കുന്ന അൽഫോൻസാമ്മ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എന്നതുപോലെ നമുക്ക് തോന്നും. അൽഫോൻസാമ്മ ആഴമുള്ള ഒരു കിണറാണ്. യാക്കോബിന്റെ കിണറിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ടല്ലോ. യാക്കോബിന്റെ കിണർ ആഴമുള്ള കിണറാണ്. പഴയ നിയമത്തില് പൂർവപിതാക്കന്മാര് അബ്രാഹം കിണറുകൾ തെളിയുന്നതില് ഏറെ ശ്രദ്ധിച്ച വ്യക്തിയാണ്. പ്രതീകാത്മകമായിട്ട് കിണറ് ദൈവവചനമാണ്. പിന്നീട് അബ്രാഹമിന്റെ ശത്രുക്കള് ഫിലിസ്ത്യര് അബ്രാഹം തെളിച്ച കിണറുകളെല്ലാം മൂടിക്കളഞ്ഞു. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാതെ പുറമേയുള്ള കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി ആ കിണറുകളുടെ ആഴങ്ങളെല്ലാം മൂടിക്കളഞ്ഞു. പിന്നീട് ഇസഹാക്ക് വന്നപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം, അബ്രാഹം തെളിച്ച കിണറുകളെല്ലാം അദ്ദേഹം വീണ്ടും അത് കുഴിച്ച് എടുത്തു. കല്ലുകൾ മാറ്റി, മണ്ണ് മാറ്റി, ചെളി മാറ്റി, കിണറുകൾക്ക് ആഴം കൂട്ടി അബ്രാഹം കണ്ടെത്തിയ ആ സത്യവിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുവാനായിട്ട് ഏറ്റവും ശ്രദ്ധിച്ച
പിതാവ് ഇസഹാക്കായിരുന്നു. കിണറുകൾ കുഴിക്കുക അദ്ദേഹത്തിന്റെ വലിയ ഒരു കൗതുകമായിരുന്നു. അദ്ദേഹം നല്ല കൃഷിക്കാരനായിരുന്നു. മീനച്ചിൽ താലൂക്ക് പോലെയാണ് ഇസഹാക്ക് താമസിച്ചിരുന്ന സ്ഥലവും. ഇസഹാക്ക് ബാർലി കൃഷി നടത്തിയപ്പോൾ 100 മേനി വിളവ് കിട്ടി. 100% ഇസഹാക്ക് ദൈവവചനത്തെ സ്നേഹിച്ചിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ശത്രുക്കൾ മൂടിക്കളഞ്ഞ കിണറുകളെല്ലാം തെളിച്ചെടുത്ത് ആ ഉറവ കണ്ണികള് ലോകത്തിന് ഒന്നുകൂടെ കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ഇസഹാക്ക്. അൽഫോൻസാമ ചെയ്തതും അതാണ്. സന്യാസത്തിന്റെ, മാനുഷികതയുടെ, സമർപ്പിത ജീവിതത്തിന്റെ എല്ലാം ഉറവകള് ഒന്നുകൂടെ ഈ ലോകത്തിലേക്ക് തെളിച്ച് ഒഴുക്കിയ, തെളിനീരുള്ള ജലം നൽകിയ, ദൈവവചനത്തെ സഹനമാകുന്ന കിണറുകൾ കൊണ്ട് കുഴിച്ച് എടുത്ത വലിയ ഒരു മിസ്റ്റിക്കിന്റെ ചരിത്രം കൂടിയാണ് അൽഫോൻസാമയുടെ ചരിത്രം. അഗാധമായ ദൈവാനുഭവത്തിന്റെ വാക്കുകളാണ് അമ്മയുടെ സൂക്തങ്ങളെല്ലാം. അതൊക്കെ കേൾക്കുന്നതിനും പറയുന്നതിനും മീനച്ചിൽ താലൂക്ക് ഒന്നുകൂടെ ഉത്സാഹിക്കണം. നമ്മുടെ വീടുകളിലെല്ലാം അമ്മയുടെ സൂക്തങ്ങൾ വായിക്കണം, പഠിക്കണം. അമ്മയെക്കുറിച്ച് നിരന്തരമായിട്ട് വീടുകളിൽ സംസാരിക്കണം. ഏറ്റവും നല്ല പ്രസംഗം നമ്മളുടെ വീടുകളില് മാതാപിതാക്കളും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ചേർന്നിരുന്ന് അൽഫോൻസാമയെ കുറിച്ച്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ കുറിച്ച്, ചാവറ പുണ്യവാനെ കുറിച്ച്, യൂപ്രാസ്യാമിയെ കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ ഉണർവും ഉന്മേഷവും കിട്ടും. ഇന്നത്തെ വായനകളെ കുറിച്ച് രണ്ടാമത്തെ വായന എസെക്കിയേലിന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യമാണ് നമ്മൾ വായിച്ചത്. സമയപരിമിതി മൂലം ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എസെക്കിയേലിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യം, വലിയ ഒരു അസ്ഥികളുടെ താഴ്വര കാണിച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റും നടക്കുക എന്നാണ് പറഞ്ഞത്. അസ്ഥികളുടെ താഴ്വര ജീവനില്ലാത്തവരെ പോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ജീവനില്ല, ഉന്മേഷമില്ല, നിരാശയാണ്. പ്രത്യാശയിൽ ഉന്നം വയ്ക്കുവാൻ ഒന്നും അവർ കാണുന്നില്ല. അങ്ങനെയുള്ള വലിയ ഒരു പറ്റം ആളുകളെ പോലെ ഇരിക്കുന്ന അസ്ഥികളെ കാണിച്ചിട്ട് ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞു, നീ അതിന് ചുറ്റും നടക്കുക. ദൈവം പറഞ്ഞു, ഞാൻ ഈ അസ്ഥികൾക്ക് ഞരമ്പുകൾ നൽകാം, മാംസം നൽകാം, രക്തം നൽകാം, ചർമ്മം നൽകാം. ഞാനതിന് തയ്യാറാണെന്ന് നീ ഈ അസ്ഥികളോട് പറഞ്ഞാൽ മതി. എസെക്കിയേൽ ഭയപ്പെട്ടു. എസെക്കിയേൽ മാറി നിൽക്കാനായിട്ട് നോക്കി. പക്ഷേ ദൈവം അതിന് അനുവദിച്ചില്ല. എസെക്കിയേലിനോട് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടതിന് പ്രകാരം പ്രവാചകൻ ഈ അസ്ഥികളുടെ താഴ്വരയിൽ പോയി കർത്താവിന്റെ വചനം അവർക്ക് പകർന്നു കൊടുത്തു. നമ്മൾ വായിച്ചു കേട്ടതാണ് സംഭവിച്ചത്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറിഞ്ഞു കിടന്നിരുന്ന ഈ അസ്ഥികളെല്ലാം തമ്മിൽ ഓടിക്കൂടി. ബന്ധമില്ലാതെ കിടന്നിരുന്ന തലയോട്ടി, കയ്യ്, കാലിന്റെ അസ്ഥികള്, വിരലിന്റെ അസ്ഥികള്, ചിതറിക്കിടക്കുന്ന അസ്ഥികള് കൂട്ടായ്മയില്ലാത്ത വീടുകളാണ്, സ്നേഹമില്ലാത്ത വീടുകളാണ്, പരസ്പരം വർത്തമാനം പറയാൻ ഇഷ്ടമില്ലാത്ത ഭവനങ്ങളാണ്. അവര് ചിതറിക്കിടക്കുകയാണ്. അവർക്ക് ഒരുമിപ്പില്ല. അവരോട് ദൈവവചനം പറഞ്ഞപ്പോൾ വേദപുസ്തകത്തിൽ പ്രത്യേകം പറയുന്ന ഒരു പദം, ഒരു കിരികിരാ ശബ്ദം, അസ്ഥികൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത്. ഈ ഉണങ്ങി വരണ്ട് പിണങ്ങി ചീത്ത പറഞ്ഞിരുന്ന ആളുകൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങുന്നത്, കുടുംബത്തില് ഒരൈശ്വര്യം ജനിക്കുന്നത്, നിരാശയിൽ കഴിഞ്ഞിരുന്നവര് കർത്താവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനുള്ള വലിയ താല്പര്യം കാണിക്കുന്നത് എല്ലാം പ്രവാചകൻ ശ്രദ്ധിച്ചു. വരൾച്ച ജീവനല്ല,
അത് ഉണർവുമല്ല, അതൊരു തരം ഉണക്കലാണ്. നമ്മുടെ കുടുംബങ്ങളില് ഈ ഉണർവില്ലാണ്ട് വേർപെട്ട അസ്ഥികൾ പോലെ വരൾച്ചകൾ അനുഭവിക്കുന്ന അവസ്ഥ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ദൈവവചനം അൽഫോൻസാമ്മയുടെ അടുത്ത് വന്നിരുന്ന് നമ്മൾ കേൾക്കുമ്പോൾ, അവിടുത്തെ പ്രാർത്ഥനകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അവിടുത്തെ വചന ശുശ്രൂഷ നമ്മളുടേതായിട്ട് കൂടെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ ഈ വരൾച്ച നമ്മിൽ നിന്ന് മാറി നല്ല തെളിനീര് ഒഴുക്കുന്ന ഉറവകളായിട്ട് നാം ഓരോരുത്തരും മാറും. ദൈവവചനത്തെ വേണ്ടതുപോലെ സ്നേഹിക്കുവാനായിട്ട് നമ്മൾ ഇനിയും പഠിക്കണം. നമുക്ക് മജ്ജയും ചർമ്മവും ഞരമ്പും എല്ലാം ഉണ്ടെങ്കിലും ആ അവസ്ഥയിൽ പോലും നമുക്ക് മൃതശരീരം പോലെ ഇരിക്കാൻ പറ്റും, ജീവനില്ലാത്തവരെ പോലെ. അതിൽ നിന്നെല്ലാം മാറി നല്ല കൂട്ടായ്മയില് നമ്മളുടെ സഭ ആകമാനം വളരുവാന് ഉണരുവാനുള്ള ഒരവസരമായിട്ട് കൂടി ഈ അൽഫോൻസ തിരുനാള് ഓരോ വർഷവും മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. ചിതറിക്കിടക്കുന്ന അസ്ഥികൾ പോലെ ആകാതെ നല്ല കൂട്ടായ്മയിൽ ജീവിക്കുന്ന വീടുകളാകാം, സന്യാസഭവനങ്ങളാകാം, രൂപതകളാകാം. അങ്ങനെ നമ്മളുടെ സഭയും ആ ഒരു വലിയ ഉണർവിന്റെ ഉറവയിൽ നിന്ന് ആത്മീയ ജീവിതത്തിന്റെ ജലം സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വലിയ ആൾക്കൂട്ടമുണ്ട്. ഈ നാളുകളിലെല്ലാം മുൻ വർഷങ്ങളെക്കാൾ ഭക്തര് അൽഫോൻസാമ്മയെ കുറിച്ച് കേൾക്കാനും കാണാനും പ്രാർത്ഥിക്കുവാനും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്നും പ്രഭാതം മുതൽ ധാരാളം ആളുകൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ആൾക്കൂട്ടത്തിലും നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത് വലിയൊരു നിശബ്ദതയാണ്. വലിയൊരു നിശബ്ദത നമ്മളെല്ലാവരെയും തിരുസന്നിധിയിൽ ആക്കുന്ന ഒരു നിശബ്ദത. നമുക്ക് ഉള്ളിലും പുറമേയും ഈ നിശബ്ദത ആവശ്യമാണ്. അൽഫോൻസാമ്മയുടെ പുണ്യകുടീരം നമ്മളോട് പറയുന്ന കാര്യം, ഈ നിശബ്ദതയിലാണ് നമുക്ക് ദൈവത്തോട് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. ഒരുപക്ഷെ ഈ നിശബ്ദതയിൽ മാത്രമേ ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ദൈവികമായ ആ സ്വരത്തോട് ചേർന്ന് നിന്ന് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ട ആ വലിയ നന്മയ്ക്ക് വേണ്ടി അൽഫോൻസാമ്മയോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. നമ്മളിൽ ദൈവികമായ ഇടപെടലുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൂടുതലായിട്ടുണ്ടാകണം. ഒരുപാട് പ്രതിസന്ധികൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതിൽ നിന്നെല്ലാം മോചനം നേടി ശാന്തമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ നിശബ്ദതയിലേക്ക് നമ്മൾ കടന്നു വരണം. അതിന് അൽഫോൻസാമ്മ നമ്മെ സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, വിശേഷവിധിയായിട്ട് ഇതിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ചന്ദ്രൻകുന്നേൽ മുത്തായിയച്ഛന്, ഈ പള്ളിയുടെ വികാരി അഗസ്റ്റീനോസ് അച്ഛന്, അതുപോലെ മറ്റു വൈദികര്, ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ പാറക്കലച്ഛന്, നെരിക്കാട്ട് മൈക്കിളച്ഛന്, അങ്ങനെ ധാരാളം വൈദികര് ഇവിടെ താമസിച്ച് ഈ തിരുനാളിനും ഒപ്പം ഈ പുണ്യകുടീരത്തിന്റെ സംരക്ഷകരുമായിട്ട് പെരുമാറുന്നവരാണ്. ഒരു വലിയൊരു ശുശ്രൂഷ നമ്മളുടെ സഭയ്ക്ക് നൽകുന്നവരാണ്. ഷ്രൈനിലെ അച്ഛന്മാര്, അവിടുത്തെ ആധ്യാത്മിക പിതാക്കന്മാര്, അവിടുത്തെ ഭക്ത സാധനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്, വൈസ് ഭക്തന്മാര്, ഇവരെല്ലാം ഈ ഒരു കാര്യം അൽഫോൻസാമ്മ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു കെടാവിളക്കായിട്ട് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ള ആ കാര്യത്തിന് ഏറെ ശ്രദ്ധിക്കുന്നവരാണ്. വലിയൊരു ഉണർവും ഉന്മേഷവും ഈ വർഷം ഈ ദിവസങ്ങളിലെല്ലാം ഈ പ്രദേശത്തിനും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അച്ഛനോടും പള്ളി വികാരിയോടും
ഇവിടുത്തെ ക്രിസ്ത്യൻ അച്ഛന്മാരോടും മുകളിലത്തെ പള്ളിയിലെ സഹവൈദികരോടുമെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ FCCയുടെ പ്രൊവിൻഷ്യാല്, ഭരണജ്ഞാനം പ്രൊവിൻഷ്യല്, പാലാ പ്രൊവിൻഷ്യല്, ഈ പുണ്യകുടിയേരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന FCC സഹോദരിമാര്, ഇവരോട് ബന്ധപ്പെട്ട് അധ്വാനിക്കുന്നവരെല്ലാം ശേഷവിധിയായിട്ട് ഞാൻ ഓർക്കുകയാണ്. FCCക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അൽഫോൻസാമ്മ. അവരുടെ ആ ഒരു സമർപ്പിത സമൂഹത്തിന്റെ ലോകാവസാനം വരെയുള്ള ഒരു വലിയ നിധിയായിട്ട് ദൈവം നൽകിയ പുണ്യമാണ് അൽഫോൻസാമ്മ. സമർപ്പിതരെ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. നിങ്ങളെല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.